إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ മുഅ്മിനൂൻ 19-22 വചനങ്ങളുടെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. മുൻ ആയത്തിൽ വിശദീകരിച്ച മഴ, ആ മഴ മൂലം നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഒന്നൊന്നായി അല്ലാഹ് എണ്ണിപ്പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നാം ഉൽപ്പാദിപ്പിച്ചു ഉണ്ടാക്കി തന്നു. ജന്നാത്തിൻ തോട്ടങ്ങൾ ഉണ്ടാക്കി തന്നു. മിൻ നഖീലിൻ, എന്തിന്റെ തോട്ടമാണ്? മിൻ നഖീലിൻ, ഈന്തപ്പന തോട്ടങ്ങൾ നിങ്ങൾക്ക് നാം ഉൽപ്പാദിപ്പിച്ചു തന്നു എന്നാണ് അല്ലാഹ് പറയുന്നത്. വ അഅ്നാബിൻ, മുന്തിരിത്തോട്ടങ്ങളും ലക്കും നിങ്ങൾക്ക് ഫീഹാ, അതിലുണ്ട്, ആ തോട്ടങ്ങളിലുണ്ട്. ഫവാക്കിഹു കസീറത്തുൻ, ഒരുപാട് ഫലവർഗ്ഗങ്ങളുണ്ട്, അല്ലെങ്കിൽ കൈക്കനികളുണ്ട്. വമിൻഹാ തഅകുലൂൻ, അതിൽ നിന്നും നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ആ മഴവെള്ളം മൂലം നമുക്കൊരുപാട് കൈക്കനികൾ, ഫലവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന തോട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുകൂലമാക്കി തന്നു. അതിനെയൊക്കെ അല്ലാഹു പാകപ്പെടുത്തി തന്നു എന്നാണ് ഈ പറഞ്ഞ ആയത്തിന്റെ ചുരുക്കം. അതിന് ശേഷമുള്ള ആയത്തിൽ അല്ലാഹ് പറയുന്നു, വശജറത്തുൻ, ചില വൃക്ഷങ്ങൾ, ആ വൃക്ഷങ്ങളുടെ പ്രത്യേകത എന്താണ്? തഖ്റുജു, അത് പുറത്തു കൊണ്ടുവരുന്നു. അത് പുറത്തു വരുന്നു എവിടെ നിന്നും? മിൻ തൂരി സീനാ, സീനാ പർവ്വതത്തിൽ നിന്നും. സീനാ പർവ്വത താഴ്വരകളിലാണ് ആ വൃക്ഷങ്ങൾ കണ്ടുവരുന്നത്. ഏതാണ് ആ വൃക്ഷം? തൻബുത്തു, അത് ഉൽപ്പാദിപ്പിക്കുന്നു. ബിദ്ദുഹ്നി, അതായത് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന വൃക്ഷം എന്ന് പറഞ്ഞത് ഇവിടെ ഒലീവ് വൃക്ഷത്തെ കുറിച്ചാണ് പറയുന്നത്. ഒലീവെണ്ണയെ കുറിച്ചാണ് അത് പറയുന്നത്. നോക്കൂ നിങ്ങൾ, അന്നത്തെ ആ ആദി ജനതക്ക് വളരെയധികം ഉപകാരപ്രദമായിരുന്നു ഒലീവെണ്ണയും അതുപോലെയുള്ള ആ ഒലീവ് വൃക്ഷത്തിന്റെ ഒലീവ് കായും. അത് ഒരു കറിയായിട്ടും ഉപയോഗിക്കാം. ഭക്ഷണം കഴിക്കുന്നവർക്ക്, അല്ലെങ്കിൽ തിന്നുന്നവർക്ക്, ഭക്ഷണം കഴിക്കുന്നവർക്ക് മറ്റ് ഭക്ഷണത്തിന്റെ റൊട്ടിയുടെ കൂടെ ഒരു കറിയായി ഉപയോഗിക്കാം. അത് മാത്രമല്ല എണ്ണയായി ഉപയോഗിക്കാം. അത് വെളിച്ചം നൽകുന്നതിന് വേണ്ടിയിട്ടും അതല്ലാത്ത രൂപത്തിൽ ഭക്ഷണമായും അതവർ ഉപയോഗിച്ചു വരുന്നു. ഇത്രയും വലിയ അനുഗ്രഹങ്ങളൊക്കെ ചെയ്തെന്ന അല്ലാഹുവിനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അല്ലാഹു അല്ലാതെ യാതൊരു അല്ലാഹുവിന്റെ സൃഷ്ടികൾക്കും ഇതിലൊന്നും യാതൊരു പങ്കാളിത്തവും കൈകടത്തലുമില്ല എന്നാണ് നമ്മെ അല്ലാഹു ബോധ്യപ്പെടുത്തുന്നത്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.